ഹലോ നമസ്കാരം വെൽക്കം ടു യേഷ്മാസ് ഹാപ്പി ലാൻഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് കറിയാണിത്. അപ്പത്തിനൊപ്പം ചപ്പാത്തിക്കൊപ്പം പൊറോട്ടയ്ക്കൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കുക്കറിലേക്ക് 1 കിലോ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വിനെഗറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട്. ഒരു 6 വിസിലോളം എനിക്കെടുത്തിട്ടുണ്ട് കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേണം വിസിലിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. സാധാരണ ഞാൻ ആദ്യം തേങ്ങ കൊത്തിട്ട് കൊടുത്തിട്ടാണ് പിന്നെ കടുകൊക്കെ ഇട്ട് പൊട്ടിക്കുന്നത് കേട്ടോ. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടുമ്പോൾ സവോള ചേർത്ത് കൊടുക്കാം. ഒരു 4 സവോള ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയ്ക്ക് പകരം മൊത്തത്തിൽ കൊച്ചുള്ളിയാണെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് സവോളയും കൊച്ചുള്ളിയും വെച്ച് ചെയ്താലും മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് വഴന്ന് കിട്ടും. സവോള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറണം. അപ്പോൾ അതുവരെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബീഫ് വേവിച്ചപ്പോൾ കിട്ടിയ സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ചേർക്കുന്നില്ല, കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ അത് തക്കാളിയെല്ലാം കുക്കായിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ആ ബീഫിൻ്റെ സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എക്സ്ട്രാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല. നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഇതുപോലെ കീറി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കറി ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക്
1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ സമയത്ത് തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ കറി ഇവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ ഈ സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് തൂവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപാര ടേസ്റ്റാണ്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനോട്ട് ക്ലിക്ക് ചെയ്തിട്ടേക്കാം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.